ശാസ്ത്രീയമായ വിശദീകരണം ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു മേസ്ത്രിയോട് ചോദിച്ചാൽ പറഞ്ഞു തരുന്ന കാര്യമാണ് ഇതെങ്ങനെയാണ് ഈ വെള്ളം കിനിയുന്നത്. ഞാൻ വീട് പണിതുണ്ട്, എനിക്കറിയാതെ എങ്ങനെയാണ് വെള്ളം കിനിയാന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോൺക്രീറ്റിന് ഷ്രിങ്കേജ് ഉണ്ടാവും. ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് വെള്ളമുള്ള സാധനമാണ്. വെള്ളം ആവിയായി പോയി കഴിയുമ്പോൾ അത് ഒന്ന് ചുരുങ്ങും. ആ ചുരുങ്ങുന്ന വലിയ ചുരുങ്ങുമല്ല, ചെറിയൊരു ചുരുക്കം വരും. അപ്പോൾ ആ ചുരുക്കം വരുമ്പോഴാണ് നമ്മൾ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം അതിൽ കെട്ടി നിർത്തും. 14 ദിവസം വരെ കെട്ടി നിർത്തുന്നതാണ് മേസ്തിരിമാരുടെ ശാസ്ത്രം. ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയിലൊക്കെ 7 ദിവസമൊക്കെ മതി. അത് കുറച്ചും വെള്ളം കെട്ടി നിർത്തുന്നവരുണ്ട്. ആ വെള്ളം കെട്ടി നിർത്തിയാൽ ക്യൂർ ചെയ്യുമ്പോഴാണ് കോൺക്രീറ്റ് ശരിക്കും ഉറക്കുക. അതിൽ വരുന്ന മിസ്റ്റേക്ക്, പാകപ്പിഴവുകൾ, അശ്രദ്ധ, ഇതുവഴിയാണ് ഈ വെള്ളം കിരിഞ്ഞിറങ്ങുക. അപ്പോൾ സാധാരണ രീതിയിൽ കെട്ടം പണിയുമ്പോൾ വെള്ളം കിരിഞ്ഞിറങ്ങുന്നത് എപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യുക? കോൺക്രീറ്റ് സ്ലാബിങ് നടന്നതിന് ശേഷമാണ്. ഇത് എപ്പോൾ ചെക്ക് ചെയ്തെന്ന് നമുക്കറിയില്ല. ഇത് വീട് പെയിൻ്റൊക്കെ അടിച്ച് റൂഫൊക്കെ പ്ലാസ്റ്റർ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കിരിഞ്ഞ സംഭവം അറിഞ്ഞിട്ട് അത് എന്തുകൊണ്ട് അപ്പോൾ അടച്ചില്ല, പെയിൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്നത് പോലെ ഉദ്ഘാടന മഹാമഹത്തിന് വേണ്ടിയാണ്. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2016 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കണ്ണൂരിൽ ഒരു വിമാനം കൊണ്ടു നിർത്തി നമുക്ക് ഓർമ്മയുണ്ട്. ഹൈവേയിലൊക്കെ ഇറക്കാവുന്ന ഒരു ടൈപ്പ് ഒരു വിമാനം കണ്ണൂരിൽ കൊണ്ടു നിർത്തി ട്രയൽ റൺ എന്നുള്ളതിന് നടത്തി. കൊച്ചി മെട്രോയുടെ ട്രയൽ റൺ നടത്തി. അത് വളരെ അപഹാസ്യമായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയുടെ വളരെ പ്രധാനപ്പെട്ട 2 പദ്ധതികളാണ്. അദ്ദേഹത്തിന് ക്രെഡിറ്റ് അവകാശപ്പെട്ട 2 പദ്ധതികളാണ്. പക്ഷേ അത് പോകുന്നതിന് മുമ്പ് തനിക്ക് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള പിടിവാശിയോടാണ് അദ്ദേഹം അത് ചെയ്തത്. അത് ധാരാളം ട്രോൾ ചെയ്യപ്പെട്ട 2 സംഭവങ്ങളാണ്. അത് ട്രോളാവുന്ന കാര്യമാണ്, അതിനെ വിമർശിക്കാം, എന്തിനാണ് ഈ അല്പത്തരം കാണിക്കുന്നതൊക്കെ ചോദിക്കാം. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ വ്യത്യാസം, ഇതൊരു പദ്ധതിയല്ല, ഇതൊരു പുനരധിവാസ പദ്ധതിയാണ്, ഇതൊരു വികസന പദ്ധതിയല്ല. ഒരു ദുരന്തത്തിൽപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്ന സർക്കാരിന് നിയമപരമായ ബാധ്യതയുള്ളൊരു കാര്യം, ആ കാര്യം സർക്കാർ പോകുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കണം എന്ന് പിടിവാശി. അങ്ങനെ പിടിവാശിയുടെ യാതൊരു ആവശ്യമില്ലല്ലോ. അങ്ങനെ പിടിവാശി പിടിച്ചിട്ട് കാര്യവുമില്ല. ആ ദുരന്തബാധിതരെ കൊണ്ടുവന്ന് നിർത്തി അതിൻ്റെ ഉദ്ഘാടനം എന്ന പേരിൽ പട്ടയം വിതരണം ചെയ്ത് മടങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ പറയുന്ന കിരിഞ്ഞിറങ്ങലെ കണ്ടുപിടിക്കുന്നത്. ഈ കിരിഞ്ഞിറങ്ങൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഒരു ടൈം ലൈൻ കൊടുത്തിട്ട് നിങ്ങൾ പെയിൻ്റ് അടിച്ചോ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈം ലൈൻ കൊടുത്ത് ചെയ്ത കാര്യമായതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മന്ത്രി കെ രാജന് ഇമോഷണലി കണക്റ്റൊക്കെ ഉണ്ടാവും. മന്ത്രി കെ രാജന് ഭയങ്കര ആൾ സാധുവായിരിക്കാം, അയാൾക്ക് വികാരപരമായ ബന്ധം, ദുരന്തബാധിതം ഒക്കെ ശരിയാണ്. പക്ഷെ ഇതിന് മറുപടി പറയുന്നത് രാജനാണ്. രാജൻ്റെ വകുപ്പാണ് ദുരന്ത നിവാരണ വകുപ്പ്. അതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു, എന്തിനാണ് ഈ ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പരിപാടി കാണിച്ചതെന്നുള്ള മറുപടി പറയേണ്ടത് രാജനാണ്. എങ്ങനെ ആ വെള്ളം കിരിഞ്ഞിറങ്ങി, ഒരു വീട്ടിലാണെങ്കിൽ ഒരു വീട്ടിൽ ആ വെള്ളം കിരിഞ്ഞിറങ്ങിയത് എങ്ങനെയാണ് എന്ന് മറുപടി പറയേണ്ടത് രാജൻ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു PR സ്റ്റണ്ടിന് വേണ്ടി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടരുത്. ഒരു സർക്കാർ, ഇനി വരുന്ന സർക്കാരും കാട്ടിക്കൂട്ടരുതെന്നാണ് അഭിപ്രായം.